CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. പ്ലസ് ടുവിന് 78.69%, VHSCയിൽ 71.42% വിജയം. 39,242 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. SSLC പരീക്ഷയിൽ 100 മേനി വിജയം നേടിയ വിദ്യാലയങ്ങൾക്ക് അനുമോദനവുമായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. പഞ്ചായത്ത് പരിധിയിലെ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. രാജ്യത്തും വിദേശത്തുമായി 80ലധികം ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ റദ്ദാക്കിയ നടപടിയിൽ സിവിൽ വ്യോമയാന വകുപ്പ് മന്ത്രി ഇടപെടണമെന്ന് TN പ്രതാപൻ MP ആവശ്യപ്പെട്ടു. യുവമോർച്ച നേതാവ് പെരിയമ്പലം മണികണ്ഠൻ കൊലക്കേസിൽ 2ാം പ്രതി അറസ്റ്റിൽ. ചാവക്കാട് പുതിയങ്ങാടി സ്വദേശി നസറുള്ള തങ്ങളെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി ഐശ്വര്യ ഓഡിറ്റോറിയത്തിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. ഇയാൾ 10 വീട്ടിൽ സുബിതയ്ക്കാണ് പരിക്കേറ്റത്. ഗുഡ് ന്യൂസ് ബാലലോകത്തിന്റെ നേതൃത്വത്തിൽ പഴഞ്ഞിയിൽ നടന്ന ഗുഡ് ന്യൂസ് ഫെസ്റ്റ് സമാപിച്ചു. സമാപന സമ്മേളനം റിട്ടയേർഡ് ജില്ലാ ജഡ്ജി വിൻസെന്റ് ചാർലി ഉദ്ഘാടനം ചെയ്തു. പുന്നേർകുളം കുന്നത്തൂർ രഞ്ജി ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജീവൻ രക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പുന്നേർകുളം ഉപ്പുങ്ങൽ പാലത്തിനടിയിലെ മൺകൂമ്പാരം നീക്കാത്തതിൽ കർഷകർക്ക് ആശങ്ക. മൺകൂമ്പാരം മാറ്റിയില്ലെങ്കിൽ 100 അടി തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെടുകയും കർഷകർക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. ഗുരുവായൂർ ദേവസ്വം 3ാമത് അഷ്ടപതി സംഗീതോത്സവത്തിന്റെ ഭാഗമായി ദേശീയ സെമിനാർ നടത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് 14ാം വാർഡ് പെരുമ്പിലാവ് കണക്ക കോളനിയിൽ കാലങ്ങളായുള്ള വെള്ളക്കെട്ടിന് അറുതിയായില്ല. കാൽനടയാത്രയും വാഹനയാത്രയും ദുസ്സഹമാക്കുന്ന മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമില്ലാതെ 15 വർഷം പിന്നിട്ടു. ആക്സ് ഗുരുവായൂർ ബ്രാഞ്ചിൽ സ്ഥാപക ദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് മാർട്ടിൻ ലൂയിസ് പതാക ഉയർത്തി. ന്യൂസ് ഓഫ് ഇന്ത്യ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകി. വനിതകളുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ കോൺഫെഡറേഷന്റെ സഹായത്തോടെ 43 പേർക്കാണ് സ്കൂട്ടറുകൾ നൽകിയത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.